Friends, welcome back to my channel. എൻ്റെ പേര് അഭിനന്ദ്. വീട്ടിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവരും സ്വാഗതം. അപ്പോൾ എൻ്റെ കയ്യിൽ റിമോട്ടാണ്. ഇന്നത്തെ വീഡിയോ എന്താ വെച്ചാൽ നമ്മളെങ്ങനെ വീട്ടിൽ കേടായ റിമോട്ട് നന്നാക്കും. കേടായ മീൻസ് ചില റിമോട്ടിനൊക്കെ പ്രശ്നം എന്താ വെച്ചാൽ ചില ബട്ടൺ നിൽക്കുക വർക്ക് ചെയ്യില്ല, ബാക്കിയെല്ലാം വർക്ക് ചെയ്യും. അപ്പോൾ അത് നമ്മളെങ്ങനെ നന്നാക്കാൻ പോകുന്നതാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അടുത്തുള്ള ബെല്ലൈക്കൻ ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോ നിങ്ങൾക്ക് ഓൺ ടൈം നോട്ടിഫിക്കേഷൻ ലഭിക്കും. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ഇതാണ് നമ്മളെ റിമോട്ട്. വെയിലൊക്കെ അടിക്കുന്നുണ്ട്. അപ്പോൾ ഇത് നമുക്ക് ഏത് റിമോട്ട് വേണമെങ്കിലും എടുക്കാം. അത് ഞാനിപ്പോൾ ഒരു കേരള വിഷൻ ഡിജിറ്റൽ ടി വി കേരള വിഷൻ്റെ സെറ്റ് ബോക്സിൻ്റെ റിമോട്ടാണ്. അപ്പോൾ ഈ ഇൻഫ്രാറെഡ് സെൻസറുള്ള ഇങ്ങനെ റബ്ബറിനെ പോലത്തെ ബട്ടണുള്ള ഏത് റിമോട്ടൊന്നും വേണം നമുക്ക് എടുക്കാം. അപ്പോൾ ഫസ്റ്റ് നിങ്ങൾ ചെയ്യേണ്ടത് എന്താ വെച്ചാൽ ഇവിടെ ഒരു ഗ്യാപ്പ് ഉണ്ട്. ഈ ഗ്യാപ്പ് കൂടെ ഇത് നമ്മൾ റിമൂവ് ചെയ്യുക. മുകളിലത്തെ ബോട്ടം മുതൽ എല്ലാം റിമൂവ് ചെയ്യുക. നമുക്കിങ്ങനെ ഓരോന്നായിട്ട് റിമൂവ് ചെയ്യാം. ഞാനിപ്പോൾ സ്ക്രൂ ഡ്രൈവർ കൊണ്ടാണ് റിമൂവ് ചെയ്യാൻ കുറച്ച് പണിയാണ്. നമ്മളിങ്ങനെ ഗ്യാപ്പിട്ട് ഓരോ ക്ലിപ്പ് വരുന്നുണ്ട്. ക്ലിപ്പ് നമ്മളിങ്ങനെ ഒരു നിങ്ങൾക്കിപ്പോൾ ഇവിടെ ശ്രദ്ധിച്ച് നോക്കി കാണാം, ഫുൾ അഴുക്കാണ്. ബട്ടൺസിൻ്റെ ഇടയിൽ അഴുക്ക് കൂടുന്നുണ്ട്. പിന്നെ ഇതാണ് നമ്മളെ കോണ്ടാക്റ്റ് വരുന്ന സ്ഥലം. ഈ ബോർഡിൻ്റെ മേലെ കോണ്ടാക്റ്റ് വരുന്ന സ്ഥലമാണ് ഈ ബ്ലാക്ക് സ്പോട്ട് ഇട്ടത്. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ ഓരോ ചേറും അങ്ങനത്തെ അഴുക്കൊക്കെ ഡസ്റ്റൊക്കെ വരുന്ന സമയത്താണ് ഓരോ ബട്ടൺ വർക്ക് ചെയ്യാത്ത രീതിയിൽ വരിക. ഇവിടെ നിങ്ങൾക്ക് ശ്രദ്ധിച്ച് നോക്കിയാൽ കാണാം. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ അഴുക്ക് ഇങ്ങനെ അടിഞ്ഞു കൂടുമ്പോൾ ഇത് വർക്ക് ചെയ്യാനുണ്ടാവും. അപ്പോൾ നമ്മളിത് ഓരോന്നായിട്ട് എടുത്ത് വെക്കാം. ഫസ്റ്റത്തെ ബട്ടൺ, പിന്നെ റബ്ബറിൻ്റെ, ഇനി ബോർഡ് നമുക്ക് ആവശ്യമുണ്ട്. ബോർഡ് നമ്മൾ അങ്ങോട്ട് മാറ്റി വെക്കുക. അതിനുശേഷം നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കിയാൽ ഇവിടെ ഒരു പിന്ന് കാണാം, നമ്മൾ ബാറ്ററി കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത്. അപ്പോൾ അത് നമുക്ക് റിമൂവ് ചെയ്യണം. അപ്പോൾ അതും മാറ്റി വെക്കുക. പിന്നീട് ആവശ്യമുള്ള നമുക്ക് ഈ മൂന്ന് സാധനങ്ങളാണ്. മുകളിലത്തെ ഭാഗം, പിന്നെ ടോപ്പ്, പിന്നെ ഇത്. അപ്പോൾ നമുക്കിത് അടുത്ത ചെയ്യേണ്ട ഇത് മൂന്നും കഴുകാനാണ്. അപ്പം നമുക്ക് കഴുകാം. ഫ്രണ്ട്സ്, ഞാനൊരു പ്ലേറ്റിലിട്ടിട്ടുണ്ട്. നമ്മളിത് കഴുകണം. നല്ലോണം ഉരച്ച് കഴുകണം. ഇതിൻ്റെ അകത്തുള്ള എല്ലാ ചളിയും പോക്കണം. അപ്പോൾ നമുക്ക് ഇതിനകത്ത് കുറച്ച് ഡിറ്റർജൻറ്റ് ഇട്ട് കൊടുക്കാം. ഡിറ്റർജൻറ്റോ നിങ്ങളുടെ കയ്യിൽ എന്താണെന്ന് വെച്ചാൽ അത് ഇട്ട് കൊടുക്കാം. എന്നിട്ട് കുറച്ച് വെള്ളം ഒഴിക്കും. അധികം വേണ്ട, കുറച്ച് മതി. ഒരു 5 മിനിറ്റ് അതിൻ്റെ മേലെ ഈ ഡിറ്റർജൻറ്റ് പിടിക്കാനായിട്ട് നമുക്ക് വെയിറ്റ് ചെയ്യാം. അപ്പോൾ ഫ്രണ്ട്സ്, ഞാനിപ്പോൾ ഒരു ചേരിയാണ് എടുത്ത് ഉരയ്ക്കാൻ. റബ്ബറൊന്നും ഇട്ടിക്കില്ല. അപ്പോൾ ഇതെടുത്ത് നമ്മൾ നല്ലോണം ഉരയ്ക്കണം. എല്ലായിടത്തും ചളിയൊക്കെ പോകണം. പിന്നെ ഇതിൻ്റെ വേഴൊന്നും വരാൻ പാടില്ല. അത് രീതിയിൽ നിങ്ങൾ ഉരച്ച് പോക്കണം എല്ലാ സൈഡും. ഈ പ്ലാസ്റ്റിക്കിനേക്കാട്ടും നിങ്ങൾ കോൺസെൻട്രേഷൻ കൊടുക്കേണ്ട ഇതിലാണ്. കാരണം ഇതാണ് നമ്മൾ വർക്ക് ചെയ്യാണ്ടാക്കുന്നത്. ഓരോ സ്പോട്ടും നിങ്ങൾ കഴുകുന്നതിന് ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ വെച്ചാൽ ഇതിൻ്റെ മേലെ നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കിയൊരു ഡോട്ട് കാണാം. ആ ഡോട്ട് നോക്കണം. ഈ ഡോട്ടിൻ്റെ മേലെ അത് പോയത് നിങ്ങൾ അങ്ങനെ ശ്രദ്ധിച്ച് വേണം വരയ്ക്കേണ്ടത്. ഇതൊന്ന് നമുക്കൊന്ന് നല്ല വെള്ളത്തിൽ കഴുകിയതിന് ശേഷം ഒന്ന് ഉണക്കാൻ വെക്കാം. ഫ്രണ്ട്സ്, ഞാനിത് ഉണങ്ങാൻ വെച്ചിരിക്കുകയാണ് വെയിലത്ത്. അപ്പോൾ അത് ഉണങ്ങുന്നവരെ നമുക്ക് വേറൊരു പണിയുണ്ട്. ഫ്രണ്ട്സ്, അടുത്ത് നമ്മൾ ചെയ്യേണ്ടത് ഇതിൻ്റെ ബോർഡ് ഉണ്ടാവും. ബോർഡിൻ്റെ ഈ ഗ്രീൻ പാർട്ട്, ഇത് ഇവിടെ ഒരു ബ്രൗൺ ആയിരിക്കും, ഇവിടെ ഗ്രീൻ ആയിരിക്കും. അപ്പോൾ ഈ ഗ്രീൻ പാർട്ട് നമ്മൾ ഈ ഇറേസർ കൊണ്ട് നല്ല റബ്ബ് ചെയ്യണം. ഇവിടെയൊക്കെ ഒരുമാതിരി പറ്റി കിടക്കുന്ന ഇതുണ്ടാവും, ഡസ്റ്റൊക്കെ ഉണ്ടാവും. അതൊക്കെ നമ്മൾ നല്ലോണം ക്ലീൻ ചെയ്താലേ ഇത് പിന്നെയും വർക്ക് ചെയ്യും. അപ്പോൾ നമുക്ക് ക്ലീൻ ചെയ്യാം. നല്ലോണം റബ്ബ് ചെയ്തെടുക്കാം. നിങ്ങൾക്ക് കാണാം ഒരു പൊടിയായിട്ട് പുറത്തേക്ക് വരുന്നത് എല്ലാ ഭാഗവും. ഇത് നമ്മളിങ്ങനെ ചെയ്യുന്ന കാരണം എന്താണെന്ന് വെച്ചാൽ ഇത് കഴുകാൻ പറ്റില്ല. കഴുകി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ കാണാൻ ഒരു ഐസി ഉണ്ട്. ഐസി ഷോർട്ട് ആവാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇതൊക്കെ പോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഇതിപ്പോൾ ഇതൊക്കെ അയാണ്, അപ്പോൾ തുരുമ്പടിക്കാനൊക്കെ സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് നമ്മളിത് കഴുകാത്തത്. അതിന് പകരമാണ്
ഇറേസർ കൊണ്ട് റബ്ബ് ചെയ്യുന്നത്. നല്ലോണം ഈ ജംഗ്ഷൻ എന്ന് പറയുന്നത് സ്വിച്ചിൻ്റെ ഓരോ പാട്ടാണ്. അപ്പോൾ ഈ പാട്ടൊക്കെ നമ്മൾ എന്താക്കണം, നല്ലോണം റബ്ബ് ചെയ്യണം. നമുക്ക് ഇത് അറേഞ്ച് ചെയ്യാം. ഫസ്റ്റ് തന്നെ നമ്മൾ ഇത് വെക്കുന്ന ഫസ്റ്റ് ഈ പാട്ടിൽ നമ്മൾ ആ ഊരി വെച്ചൊരു പിന്നുണ്ട്. അപ്പോൾ നമുക്കിത് കറക്റ്റ് അറേഞ്ച് ചെയ്യാം. അപ്പോൾ അത് ഇവിടെയല്ല വരിക, മുകളിൽ ഭാഗമാണ്. അപ്പോൾ അത് നമുക്ക് കറക്റ്റ് ഫിക്സ് ചെയ്യാം. ഒരു സ്ലോട്ട് ഉണ്ട് ഇത് ഇടാനായിട്ട്. അപ്പോൾ സ്ലോട്ടിൽ കറക്റ്റ് നോക്കി നിങ്ങൾ സെറ്റ് ചെയ്യും. അപ്പോൾ നമ്മളത് സെറ്റ് ചെയ്തു. ഇനി അടുത്ത പാട്ടാണ് നമ്മുടെ ബോർഡ് PC. അപ്പോൾ നമ്മൾ അതും കറക്റ്റ് ഇതിനൊരു സ്ലോട്ട് വരുന്നുണ്ട് ഈ പാട്ടിന്. അപ്പോൾ സ്ലോട്ടിൽ തന്നെ നമ്മളിത് സെറ്റ് ചെയ്യാം. നെക്സ്റ്റ് നമ്മളെ റബ്ബറിൻ്റെ ബട്ടൺ അതും കറക്റ്റായിട്ട് പ്ലേസ് ചെയ്യും. ഇതിൻ്റെ കറക്റ്റായിട്ട് പ്ലേസ് ചെയ്യണം. ഇതിൻ്റെ ഓരോ ബട്ടൺ നോക്കിയിട്ട് പ്ലേ ചെയ്യണം. ചിലപ്പോൾ തലയിരിഞ്ഞ് പോകാനൊക്കെ സാധ്യതയുണ്ട്. അപ്പോൾ അത് നമ്മൾ നേരെ പ്ലേസ് ചെയ്യാം. അവസാനം നമ്മളെ മേലെ ആ ഗ്യാപ്പ് വരുന്ന പാട്ട് അതും കൂടി നമുക്കൊന്ന് ഫിക്സ് ചെയ്യാം. ഇതായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ മെയിൻ എന്തെന്ന് ഒരു ഗുണം എന്താണെന്ന് വെച്ചാൽ സ്ക്രൂ ഇല്ല. അതുകൊണ്ട് നമുക്ക് ഊരിയെടുക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇത് കഴിഞ്ഞ് ചെയ്യുന്നതിന് മുമ്പ് ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ വെച്ചാൽ ബാറ്ററി പോയതാണോ നോക്കണം. ബാറ്ററി പോകുന്നതിന് മുമ്പ് ബാറ്ററി പോയതാണെങ്കിൽ ബാറ്ററിയാണ് മാറ്റേണ്ടത്, അല്ലാണ്ട് ദൂരി ചെയ്തിട്ട് കാര്യമില്ല. ഫ്രണ്ട്സ്, നമ്മളെ റിമോട്ട് കറക്റ്റായിട്ട് അല്ലാണ്ട് ഇപ്പോൾ അടിപൊളിയായിട്ട് സെറ്റായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. ഇതിൻ്റെ ശ്രദ്ധിച്ച് നോക്കി കാണാം. ഒരു ബ്ലൂ ലൈറ്റ് വയലറ്റ് ലൈറ്റ് ബ്ലിങ്ക് ചെയ്യുന്നത് കാണാം. അതെന്ന് വെച്ചാൽ ഇൻഫ്രാറെഡാണ്. ഇൻഫ്രാറെഡ് കത്തുന്നതാണ്. ഇത് നമുക്ക് സാധാ കണ്ണുകൊണ്ട് കാണാൻ പറ്റില്ല, ക്യാമറയിൽ മാത്രമേ കാണാൻ പറ്റൂ. അപ്പോൾ ഇതിൻ്റെ എല്ലാ ബട്ടണും വർക്ക് ചെയ്യുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്യാം. ഇതിൻ്റെ എല്ലാ ബട്ടണും വർക്ക് ചെയ്യുന്നുണ്ട്. ഇത് കറക്റ്റായി. ഇതേപോലെ നിങ്ങൾ വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. നേരത്തെ ആക്കിയ റിമോട്ട് കറക്റ്റായിട്ട് വെച്ചു. അപ്പോൾ ഇത് ഇങ്ങനെയൊക്കെ ആക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങളെ കേടായ റിമോട്ട് എന്തായാലും വർക്ക് ചെയ്യും. അഥവാ വർക്ക് ചെയ്തിട്ടില്ല അത് IC പോയപ്പോൾ. അപ്പോൾ ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ഉറപ്പായിട്ട് ഞാൻ വർക്ക് ചെയ്യുന്നതാണ്, ഞാൻ വീട്ടിൽ ചെയ്തതാണ്. ഫ്രണ്ട്സ്, നിങ്ങൾ ഓരോരുത്തരും സപ്പോർട്ടാണ് എൻ്റെ ഊർജ്ജം. അപ്പോൾ ഇങ്ങനത്തെ ഇനിയും വീഡിയോ ഒക്കെ വരും. അപ്പോൾ എൻ്റെ മോണിറ്റൈസ്ഡ് ആയിട്ടില്ല ചാനലൊക്കെ. അപ്പോൾ നിങ്ങളെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ എനിക്ക് മോണിറ്റൈസ് ആവാൻ പറ്റും. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരെ കാണുന്നവരെ ഇറ്റ്സ് മീ അഭിനന്ദ് ആൻഡ് ക്രൂ സൈനിങ് ഔട്ട്.